ഹലോ ഓൾ, വെൽക്കം ടു എമീസ് വേൾഡ്. ബ്രൂണോ കുട്ടൻ്റെ ഒരു വീഡിയോ ആണ്. അവനാണ് നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ താരം. നമ്മൾ അവനെ കൊണ്ട് കളിപ്പിക്കുന്ന 2 ഗെയിംസാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ ഡോഗ്സിനൊക്കെ ഗെയിം കളിക്കാനായിട്ട് വളരെയധികം താല്പര്യമുള്ളവരാണ് കേട്ടോ. അതായത് അവർക്ക് കളിക്കുക, എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെ അവർക്ക് വളരെയധികം ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മളും ഇവിടെ ബ്രൂണോനെ കൊണ്ട് ഗെയിമൊക്കെ കളിപ്പിക്കാറുണ്ട്, കൊച്ചിലായിരിക്കുമ്പോഴും പിന്നെ ഇപ്പോഴും നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ കളിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു GST ടൈപ്പ് ഡോഗ്സിനൊക്കെ പോലീസിലൊക്കെ നമ്മൾ മെയിൻലി കാണാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണം ഇങ്ങനെ പിടിക്കാനുള്ള അവരുടെ ഒരു കഴിവ്, മണം നോക്കിയിട്ട് സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെ വസ്തുക്കൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇതവർ കോമൺലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ കൂടുതൽ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ആണ് അവർ ഇത്തരത്തിലുള്ള പോലീസിലും മിലിറ്ററിയിലേക്കൊക്കെ ഇത്തരം ഡോഗ്സിനെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു രീതി തന്നെ നമുക്ക് വീട്ടിലും അവരെ ഗെയിം ചെയ്യിക്കാനായിട്ടും ഉപയോഗിക്കാം. അതായത് അവരെ കൊണ്ട് ഫെച്ചിങ് ചെയ്യിപ്പിക്കാനും ഫൈൻഡിങ് ചെയ്യിപ്പിക്കാനൊക്കെ നമ്മൾ ഇതേ അവരുടെ ഈ ഒരു മണത്ത് കണ്ടെത്തുന്ന എന്നുള്ളൊരു കഴിവുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്രൂണോന് ഇത് വളരെ ഇഷ്ടപ്പെട്ടൊരു കളിയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം കാണിക്കുന്നത് അത് ഈ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെച്ചിങ്. അത് അവൻ സ്റ്റാർട്ടിങ്ങിൽ അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ അവൻ പഠിച്ചൊരു ഗെയിമാണ്. ഇതിൽ ഇപ്പോൾ ഞങ്ങൾ ഇക്കാര്യത്തിലൊന്നും അവനങ്ങനെ വല്ലാണ്ട് ട്രെയിൻ ചെയ്തതല്ല. കാരണം വെച്ചാൽ ജസ്റ്റ് ഇതൊരു കളിയുടെ ഭാഗമായി തന്നെ കളിപ്പിച്ച് പോന്നു, അല്ലാതെ വലിയ ട്രെയിനിങ് ഒന്നും നടത്തിയതല്ല. ഞങ്ങൾ ട്രെയിനേഴ്സ് അല്ല, ഞങ്ങൾ പുറത്ത് കൊടുത്ത് അവൻ ട്രെയിൻ ചെയ്തിട്ടുമില്ല. അപ്പോൾ വീട്ടിൽ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ബ്രൂണോനെ ഷെലിൻ ചേട്ടൻ കുറച്ച് ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ഫെച്ചിങ് ആണ്. നമ്മൾ ബോൾ എറിഞ്ഞിട്ട് അവനത് ബോൾ എടുത്തുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ബോളിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോള് നമ്മൾ എറിയുമ്പോൾ റബ്ബർ ബോളാകുമ്പോൾ കുത്തിയിട്ട് പിന്നെ വീണ്ടും നല്ല ലെങ്ത്തിലേക്ക് പോകുമല്ലോ. അപ്പോൾ അത്രയും ദൂരം അപ്പോൾ അവർക്ക് ഓടിച്ചെന്ന് ആ ബോൾ എടുത്ത് കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ അവർക്കൊരു നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ എക്സസൈസും കൂടി ആയി ആ ഒരു ഗെയിം കളിക്കുന്നതോട് കൂടിയിട്ട്. പിന്നെ അത് മാത്രമല്ല അവർക്കത് ചെയ്യാനായിട്ട് വലിയ ഇഷ്ടമാണ്. അങ്ങനെ അത് പോയിട്ടും ഓടിച്ചെന്ന് എടുക്കാനും അത് കണ്ടുപിടിക്കാനൊക്കെ നമ്മുടെ ആൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കളികൾ കളിക്കുമ്പോൾ അവർക്ക് ആ ടാലൻറ്റ് കുറച്ചുകൂടി നമുക്ക് ആ ഒരു സ്കില്ല് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കപ്പോൾ ഇനി അടുത്ത ഗെയിമിലേക്ക് പോകാം അല്ലേ. അപ്പോൾ അടുത്ത ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂണോൻ്റെ സെർച്ച് അല്ലെങ്കിൽ ഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ്. അതായത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ഒളിപ്പിച്ച് വയ്ക്കും, അതിന് ശേഷം ബ്രൂണോ അത് കണ്ടെത്തും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലോത്താണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ വേസ്റ്റ് ക്ലോത്ത് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ബ്രൂണോനെ നമ്മൾ വീടിനകത്ത് വെച്ചിട്ട് പൂട്ടാൻ പോവുക. ഇപ്പോൾ അവനകത്തും നമ്മൾ പുറത്തും. ഇതെന്താ അവനകത്ത് വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു തുണി കൊണ്ടുപോയിട്ട് ഒളിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ബ്രൂണോ അത് കാണാൻ പാടില്ലല്ലോ, അവനിത് കണ്ടെത്തുന്നതാണ് നമ്മുടെ ഗെയിം. അതാണ് നമ്മൾ സെർച്ച് അല്ലെങ്കിൽ ഫൈൻഡ് ഗെയിം എന്ന് പറയണേ. അപ്പോൾ ഷെലിൻ ചേട്ടൻ നമ്മുടെ വീടിന് പുറകിലെ പറമ്പിലേക്ക് പോയിട്ടുണ്ട്. വാഴത്തോട്ടമുണ്ടോ ഞങ്ങളുടെ പറമ്പ്, അവിടെ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു തുണി കുഴിച്ചിട്ടിട്ട് കുഴിച്ചിട്ടല്ല തുണി വെച്ചിട്ട് അതിൻ്റെ മീതെ ഇലകളൊക്കെ കൂട്ടി വയ്ക്കാൻ പോവുക. അവൻ ഒറ്റ നോട്ടത്തിൽ കാണാൻ പാടില്ല, അതാണ് അവൻ മണത്ത് കണ്ടെത്തണം, അതാണല്ലോ അവൻ്റെ സ്കില്ല്. അവർക്ക് അറിയില്ല കേട്ടോ, അവന് കണ്ടെത്താൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല. കാരണം ഈ ഒരു ഗെയിം ഞങ്ങൾ ചെയ്തിട്ട് കുറച്ച് കാലം ആയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഷിൻചേട്ടൻ വന്നപ്പോൾ അവനെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ കണ്ടെത്താൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, ബ്രൂണോസ് പോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഷിൻചേട്ടൻ ഒന്ന് ജസ്റ്റ് അവന് ഷിൻചേട്ടൻ്റെ കയ്യൊന്ന് മണപ്പിച്ച് കൊടുത്തിട്ടോ. അപ്പം നമ്മൾ ടച്ച് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൽ നമ്മുടെ സ്മെല്ല്, എൻ്റെ അമ്മേ ബ്രൂണോ കലക്കി, സൂപ്പറായി മോനെ. അവന് ഒറ്റയടിക്ക് ആ ഒരു ഇത് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അവൻ അക്കൗണ്ട് അവനാണ് ഓപ്പൺ ചെയ്തിട്ടില്ലേ 10. വീണ്ടും അവനെ പൂട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അവൻ ഒരു തവണ മാത്രം നീ കണ്ടെത്തിയുണ്ട്. അതും ചില നേരത്തൊക്കെ ചക്ക ഇടുമ്പോൾ മൊയിൽ ചാവുന്നു കേട്ടിട്ടില്ലേ, അങ്ങനെ കിട്ടിയതാണെങ്കിലോ നോക്കാം നമുക്ക്. പക്ഷെ നമ്മൾ ഡോഗ്സിന് ആക്കിയിട്ടുണ്ട് ഇൻബോൺ ആയിട്ടുള്ള ഒരു സ്കില്ലുണ്ട് കേട്ടോ. അതായത് സ്മെല്ല് നോക്കിയിട്ട് വസ്തുക്കളൊക്കെ കണ്ടെത്താനായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, ഇത്തരം ഗെയിംസൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് അവരുടെ ആ ഒരു സ്കില്ല് നമുക്ക് കൂടുതൽ ഷാർപ്പൺ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഷെലിൻ ചേട്ടൻ ഇത്തവണ എവിടെയാണ് വയ്ക്കാൻ പോകുന്നത്? അപ്പോൾ നേരത്തെ റൈറ്റ് സൈഡിലാണ് വെച്ചത്, അപ്പോൾ ഈ തവണ ലെഫ്റ്റിൽ. ഓക്കെ, ലെഫ്റ്റിലായിക്കോട്ടെ. ഞങ്ങൾ ഏറ്റവും ആദ്യത്തെ കാലത്തൊക്കെ
ഇവനെ ചെരുപ്പ്, നമ്മുടെ സാധാ ചെരുപ്പില്ലേ അതൊക്കെ വെച്ചിട്ട് ഇത് കളിപ്പിച്ചിരുന്നത്. ഇവിടെ ശരിയായിരുന്നു. ഇപ്പോൾ അത് തുണി വെച്ചിട്ട് വാഴയുടെ അല്ലയൊക്കെ അതിൻ്റെ മീതെ വെച്ച് പൂട്ടിയിട്ടുണ്ട്. കൊള്ളാം, നല്ല സ്ഥലമായിട്ട്. അവനെ കണ്ടെത്താനൊന്നും പറ്റൂല എന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക്. അപ്പോൾ ഈ ചെരുപ്പൊക്കെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ചെരുപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ സ്മെല്ല് നന്നായിട്ട് ഈ ചെരുപ്പും വേണം. അപ്പോൾ അവർക്ക് അത് കണ്ടെത്താനത് ഈസിയാണ്. മമ്മി അവിടെ എന്ത് ചെയ്യണേ? ബ്രൂണോന് സൂത്രം പറഞ്ഞു കൊടുക്കണം. ചെല്ലി ബ്രൂണോ. ഓക്കെ, ആള് ഓടിയിട്ടുണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ. ചെല്ലിച്ചേട്ടൻ നടന്ന അതേ ഡിറക്ഷനിൽ കൃത്യമായിട്ട് ഓടുന്നുണ്ടല്ലോ. പക്ഷേ ഓടിയത് ശരിയാ, പക്ഷേ എന്നിട്ട് ആള് നേരെ തിരിഞ്ഞു പോയി, ഡൈവേർട്ട് ചെയ്ത് പോയി. പക്ഷേ ആ ഒരു ഭാഗത്താണെന്ന് തോന്നിയിട്ടുണ്ടെന്നു. പൊളിച്ചു ബ്രൂണോ, പൊളിച്ചു. കറക്റ്റായിട്ട് ആൾക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അയ്യോ, അവൻ നമ്മൾ 0 തന്നെ, അവൻ 2, അവന് 2 പോയിന്റായി. നീ കിടക്ക്, നിനക്ക് ഇതിലും ടഫായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കും ഞങ്ങള്. അപ്പൊ ആളവിടെ കിടക്കട്ടെ. അപ്പൊ നമ്മളെങ്കിൽ അയ്യോ ബുണുകുട്ടാ അവനെ ഗ്ലാസ്സിൽ കൂടെ കാണുന്നുണ്ട് കേട്ടാ. ഇല്ല, പക്ഷെ അത് ഈ സൈഡിലേക്ക് ഡിറക്ഷൻ കിട്ടുള്ളൂ. എന്നാൽ പറമ്പിലേക്ക് അവന് നോക്കാൻ പറ്റില്ല. ആള് കർട്ടനൊക്കെ പൊക്കി നോക്കേണ്ട സ്ഥിരം. ഇവിടെ എമ്മിക്കുട്ടിയും മമ്മിയും കളിക്കുന്നുണ്ട്. എമ്മിക്കുട്ടിക്ക് ബ്രൂണോനെ ഭയങ്കര ഇഷ്ടമാണ്. ബ്രൂണോനെ കണ്ടു കഴിഞ്ഞാൽ അപ്പ ചിരിക്കാൻ തുടങ്ങും. പോവാൻ ശല്യേട്ടാ. ഇനി അവനെ കിട്ടരുതട്ടാ, നമ്മള് 0 കിടക്കുന്നേ. റൈറ്റില് വെച്ചതാ. ഓക്കെ, ആ സൈഡില് റൈറ്റിന്റെ മറ്റേ കോർണറിൽ വെക്കാം നമുക്ക്. അവന്റെ കൂടിന്റെ ഒക്കെ ആ ഒരു പുറക് ഇല്ല, അവിടെ വേണ്ട, കൂടിന്റെ മറ്റേ സൈഡിൽ വെക്കാം. അപ്പോൾ നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ഗെയിമൊക്കെ ചെയ്യിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം അവർക്ക് വിസിബിളായി തന്നെ വെച്ച് കളിപ്പിച്ച് തുടങ്ങാം കേട്ടോ. പിന്നെ ഡിസ്റ്റൻസ് കൂട്ടി തുടങ്ങുക, സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കാൻ തുടങ്ങുക. അതൊക്കെ ക്രമാനുഗതമായിട്ടുള്ളൊരു മാറ്റമാണ് നമ്മൾ വേണ്ടത്. അവിടെ വെച്ചോ. ഓക്കെ. ഇവിടെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവന് കൂടിൻ്റെ ഈ പുറകിൽ പിന്നെ അവിടെ ഒരു തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട്. കുറച്ച് വേസ്റ്റ് ഇടുന്ന സ്ഥലം. അപ്പം നല്ല വൃത്തികെട്ട സ്മെല്ലുകൾ, പല സ്മെല്ലുകൾ അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവർ ഈ സ്മെല്ല് നോക്കിയിട്ടാണല്ലോ പിടിക്കണേ. അപ്പോൾ ചിലപ്പോൾ ഒരു മിക്സ്ഡ് സ്മെല്ല് വരാൻ സാധ്യത ഇല്ലേ? അത് നമുക്ക് നോക്കാം. എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റുമോ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടാവോ കേട്ടോ. പോരൂ ബുണൂസ്, പോരൂ. ഓക്കെ, വിട്ടോ. ബൂണ് തൊട്ട് മുമ്പ് നമ്മൾ വെച്ചില്ലേ ആ ഡിറക്ഷനിലാണ് ഓടിയിട്ടുള്ളത്. പക്ഷെ പിന്നെ എന്നിട്ട് പോവാണ്ട് വീണ്ടും നമ്മുടെ പറമ്പിൽ മൊത്തം ആൾക്ക് മൊത്തം കൺഫ്യൂഷൻ ആയിട്ടുണ്ട് കേട്ടോ. സ്മെല്ല് നമ്മളിവിടെ ഒന്നല്ല വെച്ചിട്ടില്ല, നമ്മൾ മറ്റേ അറ്റത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ സാധനം. ഇതിപ്പോൾ അവൻ നമ്മൾ തൊട്ട് മുമ്പ് വെച്ച സ്ഥലത്ത് തന്നെയാണ് പോയി നോക്കണേ. അവിടെ തന്നെ വീണ്ടും വെക്കോടാ, ഞങ്ങൾ അത്ര മണ്ടന്മാരാണോ? അയ്യോ, ആള് വീണ്ടും നമ്മൾ ഏറ്റവും ആദ്യത്തെ തവണ വെച്ച സ്ഥലത്ത് വന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ നല്ല മോനെ. അയ്യോ, വീണ്ടും ആള് ഇത്തവണ അവന് രക്ഷയില്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആള് തീരെ എത്തിയിട്ടില്ല. നമ്മൾ ശരിക്കും വെച്ചുള്ള സ്ഥലത്തേക്ക് എത്താൻ പറ്റിയിട്ടില്ല ആൾക്ക്. ആള് മൊത്തം പറമ്പിൽ ഒന്ന് അരിച്ച് പെറുക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ മുമ്പ് വെച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വീണ്ടും പോണ കാരണം എനിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ അവിടെ തന്നെ സ്മെല്ല് അവന് വീണ്ടും വരുന്നുണ്ടാവില്ലേ. പിന്നെ അതുപോലെ മറ്റേ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിറയെ സ്മെല്ലായ കാരണം ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. നോക്കി നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ആൾക്ക് കിട്ടുന്നുണ്ടോ. എന്തായാലും ആളൊന്ന് പറമ്പിലൊന്ന് ഓടി നടക്കട്ടെ. സെർച്ച് ചെയ്യുന്നുണ്ട് ആള്. ഇനി ചേട്ടനെ ചുറ്റിപ്പറ്റി നിന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ ബ്രൂണൂസേ. അവിടെ ഒന്നും അല്ല ചെക്ക ഇരിക്കണേ. ബ്രൂണുവിന് തണുപ്പായി. ഇപ്പൊ തണുപ്പ് നമ്മൾ അങ്ങനെയല്ല പറയാ. നമ്മൾ പണ്ട് കളിച്ചിട്ടില്ലേ ചൂടും തണുപ്പും പറഞ്ഞിട്ട് ഒരു സാധനം നമ്മൾ ഒളിപ്പിച്ച് വയ്ക്കും. സാധനത്തിന്റെ അടുത്ത് നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് എത്താറാകുമ്പോൾ ചൂട് പറയും. അല അകന്ന് പോകുമ്പോ തണുപ്പ് എന്ന് പറയും. നീ തണുപ്പിലാണ് ബ്രൂണു കൂട്ടാ, തണുപ്പിലാ. ചൂടൊന്നുമില്ല നിനക്ക്. പോയി നോക്ക്, കുറച്ചും കൂടി വിശദമായിട്ട് പരിശോധിക്കും ബ്രൂണൂസേ. പറമ്പിലൊക്കെ ആകെ പുല്ലും പിന്നെ ചവറൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് വേണേ നമ്മളിങ്ങനെ കളിപ്പിക്കുമ്പോൾ നമ്മൾ അവരായിട്ടൊരു ഇൻട്രാക്ഷൻ വരല്ലേ. അപ്പം നമ്മളും നമ്മുടെ ഡോഗ്സായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായി പറ്റും. പെട്ടെന്ന് ആള് അങ്ങോട്ടേക്ക് ഒരു ഓട്ടം. നമ്മൾ ആ ഭാഗത്ത് വെച്ചിട്ടുള്ളത് കിട്ടിപ്പോയി. അറ്റ് ലാസ്റ്റ് ആൾക്ക് സാധനം കിട്ടി.
ഇത്തവണയും കിട്ടി, പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ട് കിട്ടി കേട്ടോ. അതുകൊണ്ട് ബ്രൂണുവിന് ഫുൾ മാർക്ക് തരാൻ പറ്റില്ല കേട്ടോ. നിനക്ക് ഒരു ഹാഫ് മാർക്ക് വേണമെങ്കിൽ തരാം, അത്രേ ഉള്ളൂ. അപ്പോൾ 2.5 പോയിന്റ്സ് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു ഹാഫ് പോയിന്റ്, ഞങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ശരി ചേട്ടാ, ഇത്തവണ അവനെ അതെ നമുക്ക് അരമാർക്ക് ഉള്ളൂന്ന് അറിയാലോ. അപ്പൊ കുറച്ച് നന്നായി മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടുത്തണ പോലെ അവിടെ നോക്കി. ചേമ്പും തോട്ടത്തിൽ തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ചേമ്പ് കൃഷി ഇട്ടാ. ചേമ്പ് കൃഷി ചേമ്പിന്റെ തണ്ടിൽ വെച്ചിട്ട് ഓക്കെ, ചേമ്പിന്റെ തണ്ടി വെച്ചിട്ട് നമ്മൾ കറിയിലൊക്കെ കൂട്ടി ഇട്ടിട്ടുണ്ട്. അവന് കാണാനൊന്നും പറ്റില്ല. നോക്കാം ബ്രൂണോ കൊണ്ട് കിട്ടുമെന്ന് നോക്കാട്ടോ നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് നമ്മൾ ഇവരായിട്ട് കളിക്കുമ്പേ നമ്മൾ അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യല്ലേ. അപ്പൊ നല്ലൊരു ഇന്ററാക്ഷൻ നമ്മൾ തമ്മിൽ വരും. പിന്നെ അതുപോലെ നല്ലൊരു ബോണ്ടിങ് വളരെ ശക്തമാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നായകൾക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ പോലെ തന്നെയാണ് നമ്മുടെ ബ്രൂണോ കുട്ടനും. അപ്പം അതുകൊണ്ട് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അതുപോലെ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവും, നമുക്കൊരു റിഫ്രഷിങ് ആണ് ഇവരുടെ കൂടെ കളിക്കുന്നത്. ആള് ചേമ്പിൻ തോട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വെച്ച ചേമ്പിൻ്റെ അടുത്തേക്കല്ല പോയിട്ടില്ല. ചേമ്പിൻ തോട്ടത്തിൻ്റെ അടുത്ത് വന്നു. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ പോലെ തൊട്ട് മുമ്പ് എവിടെയാണോ വെച്ചാൽ അവിടേക്കാണ് വീണ്ടും ആൾ എത്തിയിട്ടുണ്ട്. അല്ല മോനെ കറക്റ്റ് കണ്ടുപിടിക്കണം, അല്ലാണ്ട് ചേമ്പിൻ തോട്ടത്തിന്റെ പരിസരത്തൂടെ നടന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടാ. കറക്റ്റ് സ്പോട്ട് കിട്ടണം നിനക്ക്. വീണ്ടും ആൾക്ക് ചെറിയ ഡിവിയേഷൻ ഇപ്പുറത്തേക്ക്. പക്ഷെ ആ ഒരു പരിസരത്ത് നിന്ന് അവന് സ്മെല്ല് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവിടെ തന്നെ ചുറ്റിപ്പറ്റി നടക്കണേ. ബ്രൂണോ നോക്കണം, കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം കേട്ടോ, എന്നാലേ നിനക്ക് സ്കോർ കിട്ടുള്ളൂ. അങ്ങനെ നിന്റെ ഫൈൻഡൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണട്ടെ. പക്ഷെ ആൾ മറന്നിട്ടില്ല കേട്ടോ, നമ്മള് കളിപ്പിച്ച് കുറെ കാലമായിന്ന് പറഞ്ഞില്ലേ. ഓ അടിപൊളിയാണല്ലോ. എത്തി കറക്റ്റ് ആ ചേമ്പിന്റെ തണ്ടിന്റെ ഉള്ളിലെ നമ്മൾ വെച്ചിട്ടുള്ളേ ആളതിന്റെ കറക്റ്റ് സ്പോട്ടിലെത്തി. ശരിയാണ്, വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാലൊക്കെ നമ്മൾ അവരൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കാട്ടോ. അതവർക്ക് എല്ലാവർക്കും അപ്രിസിയേഷൻ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൊ ഇത്തവണയും ബ്രൂണോസ് കറക്റ്റ് ആയിട്ട് സംഗതി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബ്രൂണോ നീ തകർത്തൂടെ മോനെ, തകർത്തു മുത്തങ്ങടാ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ബ്രൂണോ കുട്ടന്റെ കളികള്. നിങ്ങൾക്ക് നമ്മുടെ നായനൊക്കെ ഇങ്ങനെ കളിപ്പിക്കാം, നല്ലൊരു കാര്യല്ലേ, എല്ലാവർക്കും സന്തോഷവും.